എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമിയാർമഠം ശ്രീരാമ ഹനുമത് ദേവസ്ഥാനം ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ ഈ മണ്ഡലകാലത്ത് 41 ദിവസം കൊണ്ട് ശ്രീമദ് ഭാഗവത മാഹാത്മ്യം 500 ചില്ലാനം ശ്ലോകങ്ങൾ ഓരോ ദിവസവും ഒരു 10, 12, 13 ശ്ലോകം വീതം ചൊല്ലി മൊത്തത്തില് 71 കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു. ശ്രീരാമേന്ദ്രസ്വാമിയുടെയും ഹനുമത് സ്വാമിയുടെയും അനുഗ്രഹത്താൽ ഇത്രയും കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു വ്രതം പോലെ ഈ ഒരു കാര്യത്തിനോട് ഒരു അഭിരുചി ഉണ്ടായത് ആ കുട്ടികളുടെ പൂർവജന്മ സുഹൃതം, നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യം. പുതിയൊരു തലമുറ നല്ല രീതിയിലേക്ക്, നല്ല ചിന്തകളിലേക്ക് നയിക്കപ്പെടുവാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കുന്നു അവരെ. അവരുടെ പാരൻസ് ഒരു മടിയുമില്ലാതെ കുഞ്ഞുങ്ങളെ എത്ര ദിവസം വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കാനും ഇത് പരിചയപ്പെടാനും അതിനുശേഷം ഈ 41 ദിവസവും ഓൺലൈനിൽ കയറി ഈ കുഞ്ഞുങ്ങളെ ഇത് കേൾപ്പിക്കുവാനും ഒക്കെ തയ്യാറാകുന്നതിന് അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. അവരുടെ എല്ലാവരുടെയും പാദങ്ങളിൽ ഞങ്ങളുടെ നമസ്കാരം. ഇന്ന് ആദർശ് എന്ന കുട്ടിയാണ് 3-ാം അധ്യായത്തിലെ 27-ാമത്തെ ശ്ലോകം മുതൽ 38-ാമത്തെ ശ്ലോകം വരെ പാരായണം ചെയ്യുന്നതും അതിന്റെ ചെറിയ ഒരു സാരം പറയുന്നതും. ആദർശ് ഒരു സീനിയർ വിദ്യാർത്ഥിയാണ്. സാധാരണ ഒരു 10ാം ക്ലാസ് ആവുമ്പോൾ തന്നെ കുട്ടികൾ ഇതിൽ നിന്ന് വിട്ടുപോകാറുണ്ട്. കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ വരും. LKG തൊട്ട് തന്നെ അമ്മമാർ കൊണ്ടുവന്നതെല്ലാം കേട്ട് കുറേ നാള് ഉണ്ടാവും. പക്ഷെ 10ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്കും അവര് പലതരത്തില് അവര് തിരക്കിലായി പോകും. ഇപ്പോഴത്തെ കോമ്പറ്റീറ്റീവ് വേൾഡിൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഇങ്ങനെ പല തിരക്കുകളും ഈ സമയം അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പൊ ചിലർ ചോദിക്കും, എല്ലാത്തിനും സമയമുണ്ടല്ലോ, ഇതിനും സമയം കണ്ടുകൂടെ? പക്ഷെ ഞാൻ ആ ഒരു അഭിപ്രായം പറയുന്ന ഒരാളല്ല. കുട്ടികൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. എന്താ വെച്ചാൽ അവര് സമയം കണ്ടെത്തുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണെന്ന് എനിക്കിപ്പോ അവരെ പഠിപ്പിക്കുമ്പോൾ മനസ്സിലാവുന്നു. ഓരോരുത്തര് ട്യൂഷനും കാര്യങ്ങളും കഴിഞ്ഞ് ഓരോരോ സമയങ്ങൾ എന്നോട് പറയും, സാറേ ഇങ്ങനെയാണ് ഞാൻ ഇന്ന സമയത്ത് കയറട്ടെ. അപ്പോ നമ്മൾ അതനുസരിച്ച് നിന്ന് കൊടുക്കാന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ഓക്കെയാണ്. അല്ലാതെ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ സമയത്തിന് നമ്മൾ സമയം കണ്ടെത്തുക. നമുക്കെന്താ പ്രശ്നം? നമ്മളാണ് സമയം കണ്ടെത്തുന്നത് കുഞ്ഞുങ്ങളെ നന്നാക്കാനായിട്ട്. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും ഈ കുഞ്ഞുങ്ങളെല്ലാവരും നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് അവർക്ക് ഇഷ്ടമാണ്, അവർക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്, എല്ലാ കഥകളും അവർക്ക് ഇഷ്ടമാണ്, അവരെല്ലാത്തിനും തയ്യാറാണ്. അവരുടെ സമയം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെ ഈ ആദർശ് ഒരുപാട് പഠിക്കാനും തിരക്കുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും ഇതിൽ നിന്ന് വിട്ടുപോകാതെ ഇപ്പോ ആദർശ് എത്രയല്ല? ആദർശ് +2. പരീക്ഷയുടെ ഒക്കെ തിരക്കിലാണ്. +2-ലായിട്ട് പോലും ആദർശ് ഇതിൽ നിന്ന് വിട്ടുപോകാതെ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യാനൊക്കെ അധികം സമയം കിട്ടിയില്ല ആദർശന്. എന്നാലും ആദർശന് അത്രത്തോളം ആഗ്രഹം അതിനകത്തുണ്ടായി. അവരുടെ അമ്മയ്ക്കും വളരെ ആഗ്രഹമാണ്. അങ്ങനെ ആദർശിന് ഇത് അവതരിപ്പിക്കുന്നു. അത് കഴിഞ്ഞാൽ ജ്ഞാനപ്പാന അവതരിപ്പിക്കുന്നത് ഔഗത്താണ്. അത് ഈ കുട്ടികൾ എല്ലാ പ്രോഗ്രാമിലും 2 കുട്ടികൾ, ഔഗത്തും ആഷിക്കും, 2 പേരും എന്നും കയറുന്നവരാ. തീരെ കുഞ്ഞുങ്ങളാണ്. അവരും വളരെ താല്പര്യത്തോടു കൂടി പങ്കെടുക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും വളരെ സന്തോഷത്തോടു കൂടി ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദർശിനെ ഇന്നത്തെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരത ഛാർത്തേശവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോചിതകൈതവോത്ര പരമോ നിർമത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം
ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃത്യവരുത്യതേത്ര കൃതിഭി ശുശ്രൂഷുഭിസ്തക്ഷണാത് നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയ മുഹുരഹോ രസിക ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദു സ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോത്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുത സ്തുന്വന്തി ദിവ്യൈസ്തവൈർ വേദൈഃ സാംഗപദക്രമോപനിഷദൈർ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോऽയം കുമാരകഃ വേദവേദ്യം പരബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതേർമഹദ്ഭിർയ ഇമാ പുരോ വിഭൂ നിർമ്മായ ശേദേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലം കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. ഞാൻ ഇന്ന് ഇവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് ഭാഗവത മഹാത്മ്യത്തിലെ 3-ാം അധ്യായത്തിലെ 27-ാം ശ്ലോകം മുതൽ 38-ാം ശ്ലോകം വരെയാണ്. താം വൽ സംസാരചക്രേസ്മിൻ ഭൃപതേ ജ്ഞാനദഃ യാവത് കർണകഥാ നാസ്തി ശുകശാസ്ത്രകഥാക്ഷണം. കിം ശ്രുതൈർബഹുഭിഃ ശാസ്ത്രൈഃ പുരാണൈശ്ച ഭ്രമാവഹൈ ഏകം ഭാഗവതം ശാസ്ത്രം മുക്തിദാനേന ഗർജതി. കഥാ ഭാഗവതസ്യാപി നിത്യം ഭവതി യദ്ഗൃഹേ തദ്ഗൃഹം തീർത്ഥരൂപം ഹി വസതാം പാപനാശനം. അശ്വമേധസഹസ്രാണി വാജപേയശതാനി ച ശുകശാസ്ത്രകഥായാശ്ച കലാം നാർഹന്തി ഷോഡശീം. താവത് പാപാനി ദേഹേസ്മിൻ നിവസന്തി തപോധനാ യാവന്ന ശ്രൂയതേ സമ്യക് ശ്രീമദ് ഭാഗവതം നരൈഃ. ന ഗംഗാ ന ഗയാ കാശി പുഷ്കരം ന പ്രയാഗകം ശുകശാസ്ത്രകഥായാശ്ച ഫലേന സമതാം നയേത്. ശ്ലോകാർദ്ധം ശ്ലോകപാദം വാ നിത്യം ഭാഗവതോദ്ഭവം പഠസ്വ സുമുഖൈനൈവ യദീച്ഛസി പരാം ഗതിം. വേദാദിർവേദമാതാ ച പൗരുഷം സൂക്തമേവ ച ത്രയീ ഭാഗവതം ചൈവ ദ്വാദശാക്ഷര ഏവ ച. ദ്വാദശാത്മാ പ്രയാഗശ്ച കാലഃ സംവത്സരാത്മകഃ ബ്രാഹ്മണാശ്ചാഗ്നിഹോത്രം ച സുരഭിർദ്വാദശീ തഥാ. തുളസീ ച വസന്തശ്ച പുരുഷോത്തമ ഏവ ച ഏതേഷാം തത്വതഃ പ്രാജ്ഞൈർ ന പൃഥക് ഭാവ ഇഷ്യതേ. യശ്ച ഭാഗവതം ശാസ്ത്രം വാചയേദർത്ഥതോനിശം ജന്മകോടികൃതം പാപം നശ്യതം നാത്ര സംശയഃ. ശ്ലോകാർദ്ധം ശ്ലോകപാദം വാ പഠേ ഭാഗവതം ചയഃ നിത്യം പുണ്യമവാപ്നോതി രാജസൂയാശ്വമേധയോ. ഇപ്പോൾ പാരായണം ചെയ്ത ശ്ലോകങ്ങളുടെ സാരം നോക്കാം. മനുഷ്യർ ഭാഗവത കഥ കേൾക്കുന്ന നിമിഷം വരെ ഈ ലോകത്തിലെ ദുഃഖവും വിഷമവും അനുഭവിച്ച് വേദനിക്കുന്നു. ഭാഗവതം കേൾക്കുന്ന ആ നിമിഷം മുതൽ ആ സങ്കടങ്ങളിൽ നിന്നും മോചനം ലഭിക്കും.
ഭാഗവതം ഉള്ളിലായാൽ പിന്നെ കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പണമാകും. കർമ്മങ്ങൾ നമ്മെ ബാധിക്കുകയില്ല. പല പല ശാസ്ത്രങ്ങളും പുരാണങ്ങളും കേട്ടതുകൊണ്ട് എന്തു ഫലം? ഭാഗവത ശാസ്ത്രം ഒന്നു മാത്രമാണ് മുക്തിയെ നൽകുന്നത് എന്ന് ഇവിടെ പറയുന്നു. ഏത് ഗ്രഹത്തിലാണോ എന്നും ഭാഗവത കഥാ പഠനം നടക്കുന്നത്, ആ വീട് ഒരു തീർത്ഥസ്ഥാനമാണ്, അതായത് പുണ്യസങ്കേതമാണ്. ആ ഗ്രഹത്തിൽ വസിക്കുന്നവരുടെ സർവ്വപാപവും നശിക്കും. ആയിരക്കണക്കിന് അശ്വമേധങ്ങൾ നടത്തിയാലും കുറച്ച് നൂറുകണക്കിന് സ്പീഡ് കുറച്ച്. ആയിരക്കണക്കിന് അശ്വമേധങ്ങൾ നടത്തിയാലും നൂറുകണക്കിന് വാജപേയങ്ങൾ ചെയ്താലും ഭാഗവത കഥയുടെ 16-ൽ ഒരംശം പോലും മാഹാത്മ്യം അർഹിക്കുന്നില്ല. ഹേ തപോധനന്മാരെ, ഭാഗവതം നന്നായി കേൾക്കുന്നതുവരെ മനുഷ്യരിൽ പാപവാസന ഉണ്ടാകും. ഭാഗവതം നന്നായി ശ്രദ്ധിച്ചു കേട്ടാൽ പാപവാസനകൾ അവരെ വിട്ടുപോകും. ഗംഗ, ഗയ, കാശി, പുഷ്കരം, പ്രയാഗം, ഈ പുണ്യക്ഷേത്രങ്ങൾ, പുണ്യനദികൾ, പുണ്യസ്ഥലങ്ങൾ. ഈ സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്ന അനുഗ്രഹങ്ങൾ ഒന്നും തന്നെ ഭാഗവത കഥ കേൾക്കുമ്പോൾ കിട്ടുന്ന ഫലത്തിന് തുല്യമാകുന്നില്ല. ഉത്കൃഷ്ടമായ മോക്ഷഗതി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഭാഗവതത്തിലെ ഒരു ശ്ലോകമോ അല്ലെങ്കിൽ ഒരു ശ്ലോകത്തിന്റെ പകുതിയോ കാൽ ഭാഗമോ എങ്കിലും നിത്യവും പഠിക്കൂ. മോക്ഷപ്രാപ്തിക്കു ഇതാണ് സുഗമവും പരമവുമായ ഉപായം. വേദങ്ങളുടെയും ആദിയായ പ്രണവം, ഓങ്കാരം, വേദമാതാവായ ഗായത്രി മന്ത്രം, 16 മന്ത്രങ്ങളടങ്ങിയ പുരുഷ സൂക്തം, ഋഗ്, യജസ്, സാമം മുതലായ വേദങ്ങൾ, ഭാഗവതം, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരി മന്ത്രം, ശ്രീ സൂര്യഭഗവാൻ, പ്രയാഗം എന്ന പേരായ തീർത്ഥരാജൻ, സംവത്സരാരംഭകാലം, അഗ്നിഹോത്രം, കാമധേനു, ദ്വാദശി എന്ന തിഥി, തുളസി, വസന്ത ഋതു, ഭഗവാൻ ശ്രീനാരായണൻ, ഈ 16 പേർക്കും അന്യോന്യ ഭേദമില്ലെന്നാണ് വിദ്വാൻമാരുടെ അഭിപ്രായം. ഇവർ തമ്മിൽ വ്യത്യാസമുണ്ട്, ശക്തിഭേദമുണ്ട് എന്നെല്ലാം വിചാരിക്കുന്നത് അജ്ഞാനം അഥവാ അറിവില്ലായ്മ കൊണ്ടാണ്. ഭാഗവതശാസ്ത്രം ആരാണോ അർത്ഥം മനസ്സിലാക്കി നിത്യേന വായിക്കുന്നത്, കോടി ജന്മങ്ങളിൽ ചെയ്ത അവരുടെ പാപമെല്ലാം നശിക്കുന്നു, ഒരു സംശയവുമില്ല. ആരാണോ ഭാഗവതത്തിലെ ഒരു ശ്ലോകമോ അതിന്റെ പകുതിയോ അല്ലെങ്കിൽ ഒരു വരിയോ നിത്യവും പഠിക്കുന്നത്, അവർ രാജസൂയം, അശ്വമേധം എന്നീ യാഗങ്ങൾ ചെയ്തതിന് തുല്യമായ ഫലം നേടുന്നു, പുണ്യം നേടുന്നു. ഈ ഭാഗവത മഹാത്മ്യ പാരായണം അതിന്റെ സാരവും പഠിപ്പിച്ചു തന്ന പരമേശ്വരൻ സാറിന്റെ പാദങ്ങളിലും മഠത്തിന്റെ എല്ലാ ഗുരുനാഥന്മാരുടെ പാദങ്ങളിലും ഭഗവാന്റെ പാദങ്ങളിലും നമസ്കരിക്കുന്നു. സായിരാം. നന്നായിട്ട് ചൊല്ലിട്ടോ കുഞ്ഞെ, നന്നായിട്ട് പറഞ്ഞു. എന്താണെന്നറിയോ, പതുക്കെ പറയാൻ വരണം, കാരണം ഒത്തിരി പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കുഞ്ഞെന്ന് വായിച്ചത്. അതായത് ആരാണോ ഭാഗവതത്തിലെ ഒരു ശ്ലോകമോ അതിന്റെ പകുതിയോ അല്ലെങ്കിൽ ഒരു വരിയോ നിത്യം പഠിക്കുന്നത്, അവർ രാജസൂയം, അശ്വമേധം എന്നീ യാഗങ്ങൾ ചെയ്തതിന് തുല്യമായ ഫലം നേടുന്നു, പുണ്യം നേടുന്നു എന്നുള്ളൊരു ഭാഗം, ആ കാര്യങ്ങൾ തന്നെയാണ് മുമ്പും പറഞ്ഞത്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഭാഗമാകുമ്പോൾ അത് കേൾക്കുന്നവർക്ക് നന്നായിട്ട് മനസ്സിലാകട്ടെ എന്ന് വെച്ചിട്ടാണ് കുഞ്ഞിനോട് ഇത്തിരി സ്പീഡ് കുറച്ചും, കുഞ്ഞത് ഉൾപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ് ഇത്തിരി സ്പീഡ് കുറയ്ക്കാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ നന്നായിട്ട് പറഞ്ഞ് വളരെ നന്നായിരുന്നു കേട്ടോ മോനെ. ഔഗത്തെ സാർ. ആദൗ ദേവകി ദേവി ഗർഭജനനം ഗോപി ഗൃഹേ വർത്തനം മായാപൂതന ജീവിതാപഹരണം ഗോവർദ്ധനോദ്ധാരണം कंसच्छेदन कौरवादिहननं कुन्तीसुतापालनम् एतद्भागवतं पुराणकथितं श्रीकृष्णलीलामृतं कृष्ण कृष्ण मुकुन्द जनार्दन कृष्ण गोविन्द नारायण हरे अच्युतानन्द गोविन्द माधव സച്ചിദാനന്ദ നാരായണ ഹരേ. ഗുരുനാഥൻ തൂണ ചെയ്ത സന്തതം തിരുനാമങ്ങൾ നാവിൽ മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ മരമാക്കിയിടുവാൻ. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇനി കണ്ടതാടിക്കു വിനാശവും
നേരാമെന്നിട്ടും അറിഞ്ഞില്ല. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നു വീഴ്ത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മൂക്കളേറിയ മന്നന്റെ തോളിൽ മാറാപ്പൂ കയറ്റുന്നതും ഭവാൻ. ഓക്കെ, നന്നായിട്ട് ചൊല്ലി കേട്ടോ. അപ്പോ ഈ ഔഗത്തും ആശയ്ക്ക് രണ്ടുപേരും ഒരേ വീട്ടിലെ 2 കുഞ്ഞുങ്ങളാണ്. അപ്പോ ഇവര് നമ്മുടെ രാമായണ മാസക്കാലത്തൊക്കെ എല്ലാ ദിവസവും ഇതിനകത്ത് കയറുമായിരുന്നു. അതേപോലെ നമ്മുടെ ഈ പ്രോഗ്രാം തുടങ്ങിയ മുതൽക്കും എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾ നിർബന്ധമായിട്ട് ഇത് കേൾക്കാനായിട്ട് കയറും. അങ്ങനെ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നി ഈ കുഞ്ഞുങ്ങളുടെ പേര് തന്നിരുന്നില്ല, അവർക്ക് അറിയില്ല അത്രയ്ക്കൊന്നും. അപ്പോ ഞാൻ അങ്ങോട്ട് വിളിച്ചു പറയാൻ ചെയ്തത്, കുഞ്ഞുങ്ങൾ നിങ്ങളും കൂടെ ചൊല്ല്, മിടുക്കന്മാരാണല്ലോ, ദിവസവും വരുന്നുള്ളപ്പോ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞപ്പോ 2 കുഞ്ഞുങ്ങളും സാറേ എന്നാ കുറച്ച് പറയാം, അവരെ കുറെ മതി, പഠിക്കാനുള്ള സമയം അത്രയും കിട്ടിയുള്ളവർക്ക്, കുറേശ്ശെ എങ്കിൽ കുറേശ്ശെ അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവരെ കൊണ്ടിന്ന് ചൊല്ലിച്ചത്. 2 പേരും നന്നായിട്ട് അതിനു വേണ്ടി ബുദ്ധിമുട്ടി. കുറച്ച് ദിവസങ്ങൾ ഞാൻ പറഞ്ഞ ശേഷമല്ലേ അവർക്ക് പറ്റിയുള്ളൂ, പിന്നെ പരീക്ഷയും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ താല്പര്യം കാണിക്കുന്നതിൽ. തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടായിരിക്കും, സർവൈശ്വര്യം കൈവരും എന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല. സായിറാം ചേട്ടാ. സായിറാം സാർ. സായിറാം. പരമേശ്വരന്ന ഗുരുനാഥൻ പറഞ്ഞത് 100% സത്യമാണ്. ഭാഗവതത്തെ സംബന്ധിച്ച് ഉത്കൃഷ്ടമായ മോക്ഷഗതി ആഗ്രഹിക്കുന്നെങ്കിൽ ഭാഗവതത്തിലെ ഒരു ശ്ലോകമോ അല്ലെങ്കിൽ ശ്ലോകത്തിന്റെ പകുതിയോ കാൽഭാഗമോ എങ്കിലും നിത്യവും പഠിക്കുക. അല്പമായാലും മുക്തിഹേതുവാണെന്നാണ് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. അത് അർത്ഥസമന്വിതം നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഗുരുനാഥനോട് എങ്ങനെയാണ് നന്ദി പ്രകടിപ്പിക്കുക അറിയാൻ പാടില്ല, വാക്കുകളില്ല. പിന്നെ കുഞ്ഞുങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, എൻ്റെ മക്കളെ ഇതെല്ലാവർക്കും എടുത്ത് കൈകാര്യം ചെയ്യാമെന്നൊന്നും വിചാരിക്കണ്ട. പൂർവജന്മാർജിതമായ സുഹൃതം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. ആരെതിർത്താലും ശരി, അവരവരുടെ വഴിക്ക് പോകും പഠിക്കാനായിട്ട്. ആദർശം അഭൂതത്വം അതിനകത്ത് പൂർവജന്മപുണ്യം കൊണ്ട് സുഹൃതം ചെയ്ത കുട്ടികളാണ്. അവരെ ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ശ്രീ ഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും എല്ലാ മംഗളങ്ങളും കർമ്മങ്ങളെല്ലാം അനുസ്യൂതം തുടരാനായിട്ട് അനുഗ്രഹിക്കുന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. മക്കള് ഇത് തുടർച്ചയായിട്ട് തന്നെ പഠിക്കണം, വായിക്കണം. ഗുരുനാഥനോട് നിർബന്ധിച്ച് തന്നെ അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും ഒക്കെ പറഞ്ഞു തരാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യണം. എന്നാലേ ഗുരുനാഥന് ഉത്സാഹം ഉണ്ടാകത്തുള്ളൂ. ജ്ഞാനം പകർന്നു കൊടുക്കാൻ ജിജ്ഞാസുക്കൾക്കേ കൊടുക്കാവുന്ന പ്രമാണമുണ്ട്. അതുകൊണ്ട് ഗുരുനാഥനോട് നിർബന്ധിച്ച് തന്നെ ചോദിക്കണം. നന്ദി, നമസ്കാരം. നമസ്തേ. ആദർശ്, ഔഗത് രണ്ടുപേരും ചുരുങ്ങിയ സമയം കൊണ്ടാണ് പഠിച്ചതെന്ന് പരമേശ്വരൻ സാർ പറഞ്ഞു. അതിൻ്റെ യാതൊരു കോട്ടവും കാണാനില്ല. അവർ വളരെ ഭംഗിയായി തന്നെയാണ് അവരുടെ പങ്ക് നിർവഹിച്ചത്. വളരെ നന്നായി പറഞ്ഞു. ആൻഡ് ഔഗത്തും തന്നെ നന്നായി തന്നെ ചൊല്ലി. ആൻഡ് ഇന്ന് പറഞ്ഞ ഭാഗങ്ങൾ വളരെ പ്രധാനമാണ്. ഭാഗവത മാഹാത്മ്യത്തിൻ്റെ ശരിയായ മാഹാത്മ്യം സംക്ഷിപ്തമായി വളരെ കൺസൈസായി ഇന്ന് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. അതിനുള്ള ഭാഗ്യം ആദർശിന് കിട്ടി. എന്തായാലും വളരെ നന്നായിരുന്നു. അഭിനന്ദനങ്ങൾ. ഹരേ കൃഷ്ണ. മോനെ വളരെ നന്നായിരുന്നു. എന്നും പറയുന്ന പോലെ കുട്ടികൾ ഓരോ ദിവസവും അവരവരുടെ കഴിവിന്റെ ഏറ്റവും നല്ല രീതിയിൽ ആ ഭാഗങ്ങൾ നന്നായി പാരായണം ചെയ്തു എന്ന് മാത്രമല്ല, അതിൻ്റെ ആ സാരം നന്നായി പറഞ്ഞു തന്നു. ഇന്ന് വളരെ ഭാഗ്യമാണ് മോന് കിട്ടിയത്. ഏറ്റവും ആ ഒരു ഭാഗവതത്തിന്റെ ഏറ്റവും വലിയ മഹാത്മ്യമാണ് ഇന്ന്. ഏതേത് ഗൃഹങ്ങളിലാണോ ഭാഗവതം വായിക്കുന്നത് ആ ഗൃഹം ഏറ്റവും പരിപാവനമായി തീരും. അപ്പൊ നമ്മുടെ സ്വാമിയാർ മഠത്തില്
അവിടെ ഭാഗവത പാരായണം നടക്കുന്നുണ്ട്. ഒരു സൈഡില് അമ്മമാരെല്ലാ മാസവും ഭാഗവതം പാരായണം ചെയ്യുന്നു. വിശ്വനാഥ് സാർ ക്ലാസ്സുകൾ എടുക്കുന്നു. ഇപ്പതാ നിങ്ങളുടെ കയ്യിൽ ഈ ഭാഗവതം സാറ് തന്നു കഴിഞ്ഞു. ഏറ്റവും വലിയ ഭാഗ്യമാണത്. ഗുരുവായൂരപ്പന്റെ അത്ര കണ്ട ഒരു ഭാഗ്യമാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. നന്നായി പറഞ്ഞു. പിന്നെ പറഞ്ഞത് എത്ര അശ്വമേധം ചെയ്യുന്നതിനേക്കാളും ആ യാഗങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ഉത്തമമാണ് ഭാഗവതം വായിക്കുക. അത് സത്യം തന്നെയാണ്. ഈ കലികാലത്ത് ഒരു യാഗമൊന്നും നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ ഈ ഭാഗവതം വായിച്ചാൽ മതി, നമ്മുടെ സർവ്വപാപങ്ങളും തീരും. അങ്ങനെയുള്ളൊരു കാര്യം കൂടെ മോൻ പറഞ്ഞു തന്നു. വളരെ നന്നായിരുന്നു. ഏറ്റവും നല്ല ഭാഗമാണ് ഒരു ശ്ലോകം വായിക്കുക, അത് അർത്ഥം മനസ്സിലാക്കുക. ഒരെണ്ണം വായിച്ചാൽ മതി, ഒരുപാടൊന്നും വേണ്ട. ഭഗവാനെ തന്നെ വിചാരിച്ചുകൊണ്ട് ഒരു ശ്ലോകം അർത്ഥത്തോടുകൂടി പഠിച്ചാൽ തന്നെ ഈ ജന്മം സഫലമായി എന്നാണ്. അങ്ങനെ നിത്യപാരായണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മോനിന്ന് ഞങ്ങൾക്ക് എല്ലാം പറഞ്ഞു തന്നത്. വളരെ ഉത്തമമായിരുന്നു. അതുപോലെ ഇതുപോലെ 18,000 ശ്ലോകങ്ങളും മോന് പഠിക്കാൻ ഗുരുവായൂരപ്പൻ സന്ദർഭം ഒരുക്കി തരട്ടെ. സാറിനും അതിനുള്ള ശക്തി കൊടുക്കാൻ ഞങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഇനി കുഞ്ഞുമോൻ വളരെ നന്നായി, പെട്ടെന്ന് പഠിച്ചൊന്നും അറിയില്ല, നല്ല ക്യൂട്ടായിരുന്നു പറഞ്ഞതൊക്കെ. നന്നായിരുന്നു. നന്നായിട്ട് ഒരു അക്ഷരമാറ്റം പോലും ഇല്ലാതെ വളരെ നന്നായി ചൊല്ലി. മുഴുവൻ മോനത് പഠിക്കാൻ സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ ഗ്രൂപ്പിലുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇതുപോലെ പഠിച്ച് അറിയുവാനുള്ള ഒരു ആരോഗ്യവും ആയുസ്സും കഴിവും മനസ്സും സമയവും ഒക്കെ ഭഗവാൻ തരട്ടെ. ഹരേ കൃഷ്ണ. സാറിന് പ്രത്യേകം നമസ്കാരം. ഒന്നും പറയാനില്ല സാറേ. ഹരേ കൃഷ്ണ. സാറേ, നമ്മുടെ നാരായണ സർപ്പ സാറ് കയറിയിട്ടുണ്ടേ. നമസ്കാരം. ഞാൻ പറയാൻ തുടങ്ങുകയായിരുന്നു. രണ്ട് കുഞ്ഞുങ്ങളും വളരെ ഭംഗിയായിട്ട് ഒരുപാട് നമസ്കാരം. നമസ്കാരം. രണ്ട് കുഞ്ഞുങ്ങളും വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. വളരെ സന്തോഷം. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ആ ദിവസത്തിൽ കുഞ്ഞുങ്ങളുടെ അടുത്തുനിന്ന് ഈ സത്സംഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. അവർക്ക് എല്ലാ അഭിനന്ദനങ്ങളും. വീണ്ടും അവർക്ക് നന്നായിട്ട് ഇത് തുടർന്ന് പഠിക്കാനുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ. ഗുരുക്കന്മാർക്കും എല്ലാവർക്കും നമസ്കാരം. സ്വാമിയാർ മഠത്തിൽ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഒത്തിരി എന്താ പറയുക, അതിപ്പോൾ അന്ന് ചിദാനന്ദപുരി സ്വാമിജിയൊക്കെ വന്നപ്പോൾ പറഞ്ഞല്ലോ, എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു ഇനി വരുന്ന തലമുറയിലേക്ക് ഇത്തരം നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള അവിടുത്തെ ആ പ്രയത്നങ്ങൾ വളരെ അഭിനന്ദനാർഹമാണ്. എല്ലാ ഗുരുനാഥന്മാരെ, വിശ്വനാഥ് സാറിൻ്റെ നേതൃത്വത്തിൽ, അതുപോലെ പരമേശ്വരൻ സാറും എത്ര പേര്, മധുചേട്ടനും, അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശരിക്ക് ഒത്തിരി പ്രയോജനം ചെയ്യും. ഒത്തിരി സന്തോഷം. നമസ്കാരം. സാറേ നമസ്കാരമുണ്ടേ. നമസ്കാരം സാറേ. നമസ്കാരം. നാളത്തെ പ്രോഗ്രാം നോക്കാം. നാളെ 16ാമത്തെ ദിവസമാണ് മണ്ഡലം. നാളെ 39ാമത്തെ ശ്ലോകം മുതൽ 50ാമത്തെ ശ്ലോകം വരെ 3-ാം അധ്യായത്തിലെ ചൊല്ലുന്നതും അതിന് ചെറിയൊരു സാരം പറയുന്നതും ഋഷികേശ് പ്രശാന്ത് ആണ്. പിന്നെ ഇന്ന് ജ്ഞാനപ്പാനം ചൊല്ലിയ ഔഗത്തിന്റെ ബ്രദറായിട്ടുള്ള ആഷിഖ് അനീഷ് ആണ് നാളെ ജ്ഞാനപ്പാനയും ഏകശ്ലോക ഭാഗവതവും ചൊല്ലുന്നത്. രണ്ടു കുട്ടികളും ഇതേപോലെ ഋഷികേശ് പ്രശാന്തും ആഷിഖും എല്ലാം വളരെ റെഗുലറായിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ, മഠത്തിലെ ക്ലാസ്സുകളിൽ വരുന്ന കുട്ടികളാണ്. വളരെ താല്പര്യമാണ് അവരുടെ പാരൻസിന് കുഞ്ഞുങ്ങളെ ഇതിലേക്ക് നയിക്കുന്നതിന്. ആ പാരൻസ് കാണിക്കുന്ന സന്മനസ്സിന് അവർക്ക് നമസ്കാരം അറിയിക്കുന്നു. എല്ലാവരും നാളെ ഇതേപോലെ നേരത്തെ കയറി, ഇന്ന് നിറയെ പേരുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ പ്രോത്സാഹനം ഒരുപാട് അവർക്ക് ഗുണം ചെയ്യും. എൻ്റെ പലരും പറയാറുണ്ട്, എൻ്റെ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ആ സാറിങ്ങനെ പറഞ്ഞു, ഈ സാറിങ്ങനെ പറഞ്ഞു, ഭയങ്കര ഇഷ്ടമായിട്ട് അവർക്ക് എന്തൊരു സന്തോഷമാണെന്നറിയോ അത് പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എല്ലാ ദിവസവും പറയുന്നത്, ആരെങ്കിലുമൊക്കെ ഒന്ന്
എല്ലാവരോട് പറഞ്ഞ് ധാരാളം പേര് കയറി കുഞ്ഞുങ്ങളോട് ഒരു വാക്ക് കുഞ്ഞുങ്ങളോട് അഭിനന്ദനം അറിയിക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം അതാണ്. ആ കുഞ്ഞു മനസ്സിനെ ഒന്ന് സന്തോഷിപ്പിച്ച് ഇതില് ഉറച്ചു നിൽക്കുവാനായിട്ടുള്ളൊരു അവർക്ക് ആ ഒരു പ്രേരണ നമ്മുടെ ഈ ഒരു വാക്ക്, പ്രത്യേകിച്ചും നമ്മൾ ഇതിനകത്ത് കയറുന്നവര് എല്ലാവരും ഓരോ സാധനങ്ങളുള്ളവരാണ്, ഒരു സംശയമില്ല. എന്തെങ്കിലും തരത്തില് ആത്മീയ സാധനയുള്ളവരാണ്. അവരുടെ വാക്ക് ഒന്നും വെറുതെ ആവില്ല. ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കുഞ്ഞുങ്ങൾക്ക് മഠത്തിൽ വരുന്ന കിട്ടുന്ന അനുഗ്രഹം പോലെ തന്നെ ഓരോ വ്യക്തികൾ ഇതിനകത്ത് വരുന്ന ഓരോരുത്തരുടെയും വാക്കുകളിലൂടെയുള്ള അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ അവർക്ക് കൂടെ ഉണ്ടാവും. അവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്, അവരെ നയിച്ചുകൊണ്ട്, അവർക്ക് ധൈര്യം കൊടുത്തുകൊണ്ട്, അവരില് ഇങ്ങനെയുള്ള പരിവർത്തനം, നല്ലതിലേക്കുള്ള പരിവർത്തനം ഉണ്ടാക്കിക്കൊണ്ട് കൂടെ ഉണ്ടാവും. അതുകൊണ്ടും കൂടെയാണ് എല്ലാവരോടും ദിവസവും ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നത്. എല്ലാവരും ഇനിയും വരിക, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുക. എല്ലാവർക്കും സായിറാം. നാളെ നമുക്ക് വീണ്ടും കാണാം. സായിരാം സാർ. സായിറാം, സായിരാം സാർ. സായിറാം, സായിറാം.